ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പ്രതികളുടെ ബിനാമി ഇടപാടുകളും സംശയിച്ച് ഇ.ഡി. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബിനാമി സ്വത്തുക്കൾ സംബന്ധിച്ചും അന്വേഷിക്കും. സ്വർണ്ണക്കവർച്ചയുടെ പങ്ക് പറ്റിയവർ സംസ്ഥാനത്തിന് പുറത്തും മറ്റു പലരുടെയും പേരിൽ സ്വത്തുക്കൾ സമ്പാദിച്ചതായി സംശയം. ബിനാമി ഇടപാടുകളിൽ SIT അന്വേഷണം നടന്നിരുന്നില്ല. രാഷ്ട്രീയ നേതാക്കളായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരും ദേവസ്വം ഉദ്യോഗസ്ഥരുമെല്ലാം ഉൾപ്പെട്ട കേസിൽ സ്വർണ്ണക്കവർച്ചയുടെ പങ്കും മറ്റ് അനധികൃത സമ്പാദ്യങ്ങളും ബിനാമികളുടെ പേരിൽ ഭൂമിയായും വസ്തുവകകളായും മാറ്റിയിട്ടുണ്ടോ എന്നുമാണ് കണ്ടെത്തേണ്ടതുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ബിനാമി ഇടപാടുകളിലേക്കൊന്നും അന്വേഷണം എത്തിയിരുന്നില്ല. സ്വർണം ചമ്പായ തട്ടിപ്പിൽ കോടികൾ കൈമറിഞ്ഞിട്ടുണ്ടെന്നാണ് EDയുടെ പ്രാഥമിക നിഗമനം. കവർച്ചാപ്പണത്തിന്റെ പങ്ക് വിദേശത്തേക്കും എത്താനുള്ള സാധ്യതയുണ്ട്. കള്ളപ്പണ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം നടത്തുന്ന ED ബിനാമി ഹവാല ഇടപാടുകൾ കൂടി പുറത്തുവരുന്ന സമഗ്ര അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത്. സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളുടെയും അന്വേഷണ പരിധിയിലുള്ളവരുടെയും സ്വത്തുവിവരങ്ങൾ, സാമ്പത്തിക സ്രോതസ്സുകൾ, പണമിടപാടുകൾ എന്നിവ വിശദമായി പരിശോധിച്ചും SITക്ക് കണ്ടെത്താനാകാത്ത മറ്റ് നിരവധി രേഖകൾ പിടിച്ചെടുത്തും ED അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. ED ഡയറക്ടറുടെ അനുമതി ലഭിച്ചാലുടൻ കേസ് രജിസ്റ്റർ ചെയ്യും. റിമാൻഡിലുള്ള പ്രതികളെ കോടതി അനുമതിയോടെ ജയിലിലെത്തിയും മൊഴിയെടുക്കും. ജനം, കൊച്ചി.